അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിലെ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്തുമാത്രം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഈ റമദാനിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ എന്തിന് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അള്ളാഹുവിനെ എന്തുകൊണ്ട് അനുസരിക്കണം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്, ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ അവൻ ഒരുക്കി തന്നിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. അവനാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ട ഒരു സ്വഭാവം നമ്മളിൽ പ്രകടമായിട്ടും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നർത്ഥം. ഇവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു വിഷയം കൂടിയാണ്, വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എന്നോട് നിങ്ങൾ ശുക്ർ കാണിക്കണം, നന്ദി കാണിക്കണം, എന്നോട് നിങ്ങൾ നിഷേധം കാണിക്കരുത് എന്ന്. എങ്ങനെയാണ് നിഷേധം കടന്നു വരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ അവഗണിക്കുക, നിഷേധിക്കുക, അതെനിക്ക് ബാധകമല്ല എന്ന് പറയുക, ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദി കാണിക്കേണ്ടവനാണ് ഒരു മുസ്ലിം എന്നർത്ഥം. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റമദാൻ മാസത്തിൽ ധാരാളക്കണക്കിന് അമലുകൾ ചെയ്തുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ അത് അവനോട് കാണിക്കുന്ന ഒരു നന്ദി കൂടിയായിരിക്കും എന്നത് പ്രത്യേകം സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു സൂറത്ത് ഇബ്രാഹീമിലെ 7-ാമത്തെ ആയത്ത്. അവിടെ വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങൾ അള്ളാഹുവോട് നന്ദി കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദി കാണിച്ചാൽ അവനിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ധാരാളമായിട്ട് വർദ്ധിച്ച് ലഭിക്കുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ സ്വഭാവം ശുദ്ധീകരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു തൗഫീക്ക് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിക്കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അവൻ നിയോഗിച്ച പ്രവാചകന്മാരെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തൊക്കെ കൽപ്പനകളാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുന്നത്? ഒന്നാമത്തെ കാര്യം അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആരാധനകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ബന്ധത്തിലൂടെ മാതാപിതാക്കളുമായിട്ട് വർത്തിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കുടുംബവും, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഏതെല്ലാം തരത്തിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത്, സഹോദരങ്ങളെ, അതൊക്കെ അനുസരിക്കുമ്പോൾ അവിടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കുകയാണ്. ആ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഒരു ട്രാഫിക് സിഗ്നൽ നമ്മൾ കണ്ടാൽ ആ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചുകൊണ്ടൊരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ നിയമപാലകരുടെ മുമ്പിൽ അത് പതിഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ കുറ്റവാളികളാവുകയില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു രാഷ്ട്രത്തിലെ നിയമം അനുസരിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി
ഈ നിയമം ഞാൻ അനുസരിച്ചാൽ എൻ്റെ രക്ഷിതാവിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി അവിടെ ആ നിയമം പാലിച്ചുകൊണ്ട് ചുവന്ന സിഗ്നൽ കാണുമ്പോൾ നമ്മൾ നിർത്തുകയും പച്ച കണ്ടു കഴിഞ്ഞാൽ മുമ്പോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശം മാറി എന്നർത്ഥം. നമ്മളുടെ നിയ്യത്ത് മാറി. അവിടെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ നാട്ടിലെ ഒരു നിയമം അനുസരിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, അതൊരു പുണ്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു വിഷയമായിരിക്കും എന്നർത്ഥം. ഈ രൂപത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഈ രൂപത്തിൽ ഇതിനേക്കാളുമൊക്കെ വലിയതായിട്ട് നിൽക്കുന്ന ധാരാളക്കണക്കിന് നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ നിയമം പൊതു ജീവിതത്തിലെ സാമൂഹികമായിട്ടുള്ള നന്മകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ നിയമങ്ങളെ അനുശാസിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രതിഫലം ലഭിക്കുമെന്നർത്ഥം. ഇങ്ങനെ നമ്മളുടെ ഓരോ ബന്ധങ്ങളും നമ്മളൊന്ന് തരംതിരിച്ചു നോക്കി. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ നന്നാക്കുക, നമ്മളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ നന്നാക്കുക, അതുപോലെ തന്നെ മറ്റു ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ആ രൂപത്തിൽ നമ്മളെല്ലാ നിലക്കും നമ്മളുടെ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്ന ഒരു രൂപത്തിലേക്ക്, അതായത് അള്ളാഹുവുമായുള്ള ഒരു ബന്ധം ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റി നമ്മൾ പരിവർത്തനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന ഒരു തിരിച്ചറിവ് സത്യവിശ്വാസിയായിട്ടുള്ള എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതൊക്കെ ഖുർആനിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അനുശാസിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഈ റമദാൻ മാസത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താ ഖുർആനിൻ്റെ പ്രത്യേകത? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ നിന്ന് അവതരിച്ചിട്ടുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ആരും രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല, ആരും സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. അള്ളാഹുവിൻ്റെ പോലും സൃഷ്ടിയാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കാഴ്ച പോലെ, അള്ളാഹുവിൻ്റെ കേൾവി പോലെ, അള്ളാഹുവിൻ്റെ ബുദ്ധി പോലെ അവനിലേക്ക് സത്താപരമായിട്ട് നമ്മൾ ചേർത്ത് പറയുന്ന പല വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. അവൻ ഒരു ദിവ്യ സന്ദേശമായിക്കൊണ്ട് ആ ഒരു സംസാരം മലക്കുകളിലൂടെ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ആ ഒരു ഗ്രന്ഥത്തെ വേണ്ട രൂപത്തിൽ ആദരിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. ആ പരിഗണന ഏറെ മുഴച്ചു നിൽക്കുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നർത്ഥം. അതെ, റമദാൻ മാസത്തിൽ വിശ്വാസികളെല്ലാവരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നത് നമ്മളതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് താബീങ്ങളിൽപ്പെട്ട പ്രസിദ്ധ പണ്ഡിതൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായിട്ടുള്ള സ്വഹാബികൾ, ആ സ്വഹാബികളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മതം പഠിച്ച ആളുകളെയാണ് താബീങ്ങൾ എന്ന് പറയുക. ആ താബീങ്ങളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള അംർ ബിൻ ദീനാർ എന്ന് പറയുന്ന പണ്ഡിതൻ റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു അധ്യാപനം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം പഠിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്, മിൻഹു ബദഅ, ആ പരിശുദ്ധ ഖുർആൻ തുടങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ് എന്ന്. അതായത് ഖുർആനിൻ്റെ അവതരണം തുടങ്ങുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ സംസാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലക്കുകളിലൂടെ അവൻ്റെ അന്ത്യപ്രവാചകനായിട്ട് അവൻ നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ കലിമകൾ, ആ വചനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കലിമത്തിൻ്റെ അല്ലെങ്കിൽ ആ സൂക്തങ്ങളുടെ പ്രത്യേകത എന്താ? വ ഇലൈഹി യുഈദ്, അത് അവനിലേക്ക് തന്നെ മടങ്ങുമെന്നാണ്. അതായത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഒന്നടങ്കം വിശ്വസിക്കുകയും അതുപോലെ തന്നെ വിശ്വാസ കാര്യമായിക്കൊണ്ട് അഖീദയായിക്കൊണ്ട് വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് തുടങ്ങി പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങും എന്നത്. എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നത്? ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള, ഏറ്റവും മോശക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഈ ദുനിയാവിൽ ജീവിക്കുക എന്നാണ്. അവരെ സംബന്ധിച്ച് അവർ ദൈവികമായിട്ടുള്ള യാതൊന്നും പിൻപറ്റുന്ന ആളുകളായിരിക്കുകയില്ല. വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളായിരിക്കും. അത്തരം ആളുകളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ടായിട്ട് ആ ഗ്രന്ഥം ഉപയോഗപ്പെടുത്താതെ, അതൊന്ന് പാരായണം ചെയ്യാതെ, അതൊന്ന് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കാതെ ഏറെ അനാദരവ് കൊടുത്തുകൊണ്ടാണ് ആ ഗ്രന്ഥത്തെ അവർ മുമ്പോട്ട് കൊണ്ടുപോവുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ ഭൂമി ലോകത്തുണ്ടായിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന് നൽകേണ്ട ആദരവെന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ
മുസ്ഹഫുകളിൽ നിന്നും മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിന്നും അത് മുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും എന്നത്. അത് ഏതാണ് ആ കാലം? ഏറ്റവും മോശക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഖുർആനിനോട് അങ്ങേയറ്റത്തെ അനാദരവ് വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും. ആ അനാദരവ് ഏതൊക്കെ രൂപത്തിലാണ്? ജീവിതത്തിൽ ഖുർആനുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താതെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രൂപത്തിൽ തന്നെ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സമൂഹം ജീവിക്കുകയാണ് എന്നർത്ഥം. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ സംസാരമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥം, അതിന് നൽകേണ്ട ആദരവ് അത് പരിഗണിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിലെ സൂക്തങ്ങളെല്ലാം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിന്നും മുസ്ഹഫുകളിൽ നിന്നും അത് മുകളിലേക്ക് പോകുന്നത്. വഇലൈഹി ഉഈദ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു വിഷയം, റമദാൻ മാസത്തിൽ വിശ്വാസികൾ നോമ്പ് നോൽക്കുന്നത്, അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ വിശ്വാസികൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, റമദാൻ മാസത്തിൽ വിശ്വാസികൾ ഈ ഒരു ഗ്രന്ഥത്തെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്, ഇവിടെയെല്ലാം ഖുർആനിന് കൊടുക്കുന്ന ഒരു ആദരവാണ് അത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ ഖുർആനിനോട് കാണിക്കുന്ന ആദരവാണ് എന്ന് പറയുമ്പോൾ, പരിശുദ്ധ ഖുർആൻ ഈ ഭൂമി ലോകത്ത് നിലനിൽക്കാനുള്ള ഒരു കാരണമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഒരു കാര്യം കൂടിയാണ് അത് എന്നുള്ളത് സത്യവിശ്വാസികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ഗ്രന്ഥം ധാരാളക്കണക്കിന് പ്രത്യേകതകളുള്ള ഒരു ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആനിന് ധാരാളക്കണക്കിന് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഈ ഖുർആനെ കൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണം കാണാം. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെന്താ? നാഫി ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം അസ്വാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. അന്നത്തെ ഭരണാധികാരി ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഗവർണറായിട്ട് നിയോഗിച്ച വ്യക്തിയാണ് നാഫി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ അസ്വാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന നാഫിയെ കണ്ടുമുട്ടുകയാണ്. അന്നേരം ചോദിക്കുകയാണ്, നാഫി എന്താണ് ഇവിടെ? നിങ്ങൾ ഇവിടെ വരുമ്പോൾ മക്കയിലെ ചുമതല ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇബ്നു അബ്സയെ ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരാണ് ഈ ഇബ്നു അബ്സ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ, അദ്ദേഹത്തെയാണോ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നല്ല അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അനന്തരാവകാശ നിയമത്തിൽ നല്ല അവഗാഹമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു അടിമയാണ് എന്ന്. അദ്ദേഹം അടിമത്ത മോചനത്തിന് വേണ്ടി ഒരു കരാർ എഴുതി വച്ചിട്ടുള്ള, ഒരു മോചന മൂല്യം എഴുതി വച്ചിട്ടുള്ള ഒരു അടിമയാണ് എന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു, ഈ അടിമയെയാണ് നിങ്ങളവിടെ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ച അതേ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ. തീർച്ചയായിട്ടും അള്ളാഹു ഈ ഒരു ഗ്രന്ഥത്തെ കൊണ്ട് ഒരു വിഭാഗം ആളുകളെ ഉയർത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അള്ളാഹു മറ്റൊരു വിഭാഗത്തെ ഈ ഒരു ഗ്രന്ഥം കൊണ്ട് താഴ്ത്തുക തന്നെ ചെയ്യും, ഇകഴ്ത്തുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മൾ റമദാൻ മാസത്തിൽ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, അത് പരിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഈ മാസത്തിൽ കൂടുതൽ പുണ്യം ലഭിക്കാൻ വേണ്ടി, നന്മ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു മാസത്തിൽ തന്നെ നമ്മളത് പാരായണം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു മാസം അങ്ങനെ പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരുന്നത്. ആ ഒരു ഗ്രന്ഥം കൊണ്ട് ധാരാളക്കണക്കിന് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, ഉയർന്ന പദവി നൽകുമെന്നാണ്. ഈ ഒരു ഗ്രന്ഥം കൊണ്ട് ധാരാളക്കണക്കിന് ആളുകളെ ഇകഴ്ത്തും, അവരെ താഴ്ന്ന പദവി നൽകും എന്നാണ്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദവികൾ നൽകുന്നത്? ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തിയാൽ
ഈ ഭൂമി ലോകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അത് എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളുടെ വിശ്വാസം ദൃഢീകരിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഈ ഒരു ഖുർആൻ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പരിവർത്തനമുണ്ടാകും എന്നുള്ളതാണ്. ആ പരിവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രയാസഘട്ടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായിക്കൊണ്ട് ഒരു തണലായിക്കൊണ്ട് നമുക്കൊരു സമാധാനവും ശാന്തിയും ഹൃദയത്തിലേക്ക് നൽകുന്നത് അത് ഖുർആനായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ അറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠിച്ചാൽ ആ രൂപത്തിലുള്ള ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹഫ്സ ബിൻത്ത് സിരീൻ എന്ന് പറയുന്നത് 12ാമത്തെ വയസ്സിൽ ഹാഫിളത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആരാണ് ഈ ഹഫ്ള ബിൻത്ത് സിരീൻ? ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനായ മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുള്ളയുടെ സഹോദരിയാണ്. താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുള്ള. ആ മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുള്ളയുടെ സഹോദരിയാണ് ആര്? ഹഫ്സ ബിൻത്ത് സിരീൻ. ആ ഹഫ്സ ബിൻത്ത് സിരീൻ അവരുടെ മകൻ ഹുദൈൽ എന്ന് പറയുന്ന കുട്ടി ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഹഫ്സ ബിൻ സിരീനിൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കി, ഒരു തരം പുകച്ചിലുണ്ടാക്കി. അങ്ങനെ വിറക് ശേഖരിക്കുകയും മുന്തിയ ഒട്ടകത്തിൻ്റെ പാല് അതിരാവിലെ കുടിപ്പിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ മാതാവിനെ അങ്ങേ അറ്റത്ത് സേവിച്ചിരുന്ന ഒരു മകനാണ് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ പാല് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ മകനാണ് എന്നർത്ഥം. എല്ലാ ദിവസവും വീട്ടിലേക്ക് ആവശ്യമുള്ള വിറക് ശേഖരിച്ചു വന്നു കൊടുക്കുന്നത് ഈ മകനാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഒരു മകനെയാണ് നഷ്ടപ്പെട്ടു പോയത്. വല്ലാത്ത സ്നേഹമുള്ള മകനായിരുന്നു. ആ മകൻ്റെ വേർപാടിൽ ഹൃദയം നൊന്തുകൊണ്ട് ആ മാതാവ് വേദനിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സൂറത്ത് നഹലിലെ 96ാമത്തെ ആയത്ത് ഈ മഹദിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണ് 96ാമത്തെ ആയത്ത്? മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള എന്തൊരു സമ്പാദ്യമായാലും ഈ ദുനിയാവിൽ അത് നമ്മളിൽ നിന്ന് വേറിട്ട് പോകുന്നതാണ് എന്നർത്ഥം. വമാ ഇൻദല്ലാഹി ബാഖിൻ, അള്ളാഹുവിങ്കൽ ഉള്ളതാണ് അത് ശേഷിക്കുന്നത്, അത് ബാക്കിയാകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. വലനജിസിയന്നല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ക്ഷമിക്കുന്നവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ വെച്ച് നല്ലതനുസരിച്ചുകൊണ്ട് അവരുടെ പ്രതിഫലം തീർച്ചയായിട്ടും നാം നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഈ ഒരു സംസാരം അവർ വായിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ ഈ ഒരു കലാം അവർ വായിച്ചപ്പോൾ അവരിൽ മാനസാന്തരമുണ്ടാവുകയാണ്. തൻ്റെ മകൻ മരണപ്പെട്ടു പോയ ആ ഒരു ദുഃഖം ഈ ഒരു ആയത്തിലേക്ക് അവർ ബന്ധപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതാണ് ശേഷിക്കുകയുള്ളൂ. നമ്മുടെ കൈകളിലുള്ളത് ഒക്കെ തീർന്നു പോകുന്നതാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകുന്ന ഏതൊരു പരീക്ഷണത്തിനും അവിടെ ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു പ്രതിഫലം അവിടെ ലഭിക്കും എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മകൻ്റെ വേർപാടിലേക്ക് ചേർത്തുകൊണ്ട് ഹഫ്സ ബിൻത്ത് സിരീൻ അവിടെ അത് മനസ്സിലാക്കുകയാണ് എന്നർത്ഥം. അവരുടെ മനസ്സിൽ അതുകൊണ്ട് സമാധാനം വന്നു, അവരുടെ മനസ്സിൽ അതുകൊണ്ട് ശാന്തി വന്നു. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മളിൽ ആ രൂപത്തിലുള്ള ഒരു മാറ്റമുണ്ടാകണം. എന്തൊക്കെയാണോ നമ്മളിൽ ജീവിതത്തിൽ അലട്ടുന്ന വിഷയങ്ങൾ, ആ അലട്ടുന്ന വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുകയാണ് എന്നർത്ഥം. ആ സംസാരിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉൾക്കൊണ്ട് ഏറ്റവും വലിയ ഒരു പരിവർത്തനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. ഇവിടെ ഈ രൂപത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ്, അതല്ലെങ്കിൽ ഉപദേശങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നത്. ഒരു വലിയ ബുദ്ധിജീവിയായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റോ ഒരു ഡോക്ടറോ ഒരു എൻജിനീയറോ, ഇനി അതല്ല ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയോ ആരാകട്ടെ, അവരോട് സംസാരിക്കുന്ന ഒരു വിഷയം അതേ രൂപത്തിൽ തന്നെ
ഒന്നും ചോർന്നു പോകാതെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഭാഗം അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവനെ ആരാധിക്കണമെന്ന് പറയുന്ന വിഷയങ്ങളാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് വിഷയങ്ങളുണ്ട്, ബുദ്ധിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് അനന്തരാവകാശ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിഖ് ലഭിച്ചിട്ടുള്ള, ഗ്രാഹ്യത ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മുജ്തഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാർക്ക്, ഇജ്തിഹാദ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സ്വർഗപ്രവേശനത്തിനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്, മനുഷ്യരാശിയോട് അവരോട് പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ള ആരാധനകൾ, അനുഷ്ഠാനമുറകൾ, ഇതെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായിട്ടുള്ള സന്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു ഗ്രന്ഥം റമദാൻ മാസത്തിൽ അവതരിക്കുമ്പോൾ ആ റമദാൻ മാസത്തിന് വിശ്വാസി സമൂഹം ഒന്നടങ്കം വലിയ പ്രാധാന്യം നൽകുമ്പോൾ അവർ ഈ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ച ഒരു മാസത്തെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവിടെ ആരാധനകൾ നിർവഹിക്കുന്നതിൽ ഒരു ഭാഗം പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് വേണ്ടിയിട്ട് വിശ്വാസികൾ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നന്മ ലഭിക്കുന്ന ഒരു വിഷയമായിക്കൊണ്ടാണ് വിശ്വാസികൾ അതിനെ കാണുന്നത്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, ഒരു സൃഷ്ടികളുടെയും രചനയല്ല അത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രത്യേകതയുണ്ട് എന്ന് വിശ്വാസി സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുന്നു. ആ ഗ്രന്ഥമാകട്ടെ കിയാമത്ത് നാൾ വരെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭൂമിയിലെ ഓരോ പ്രദേശത്തും ഓരോ മനുഷ്യൻ എപ്പോഴും ഈ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് ഈ ഗ്രന്ഥത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പാരായണം ചെയ്തു തുടങ്ങിയിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആൻ ഇന്നും അതിൻ്റെ ശബ്ദം വറ്റുപോകാതെ, അതിൻ്റെ ശബ്ദം ഇന്നും നിലനിന്നുകൊണ്ട് ലോകാവസാനം വരെ അതിൻ്റെ പാരായണം തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഗ്രന്ഥത്തെ സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായിട്ടും നാം ആണ് ഈ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഗ്രന്ഥം നാം തന്നെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ഗ്രന്ഥത്തെ നമുക്ക് എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ പരിശുദ്ധ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഖുർആനിനെക്കുറിച്ച് ചിന്തിച്ച്, ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിച്ച്, ഖുർആനിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന നന്ദി പ്രകടനമാണ്, അല്ലാഹുവോട് കാണിക്കുന്ന ശുക്ർ രേഖപ്പെടുത്തലാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് ഏറ്റവും മികച്ച രൂപത്തിൽ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല വിശ്വാസിയായിക്കൊണ്ട് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ എല്ലാ സമയത്തും ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.